മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 66 സങ്കീർത്തനം 5-ാം തിരുവചനം, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വന്നു കാണും. സങ്കീർത്തകൻ നമ്മളെ ക്ഷണിക്കുകയാണ് കർത്താവിൻ്റെ പ്രവൃത്തികൾ വന്ന് കാണുവാനായിട്ട്. നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മയിൽ, സഭയിൽ, പൊതുസമൂഹത്തിലെല്ലാം എന്തുമാത്രം ശക്തിയോടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള നിരാശ, വേദന, ദുഃഖം, ദുരിതം, വിഷാദാത്മകമായ ചിന്തകളെല്ലാം വിട്ടുമാറി വിശ്വാസത്തിൻ്റെ ഉണർവിലേക്ക് കർത്താവിൻ്റെ അരൂപി നമ്മളെ നയിക്കുകയും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കാണുവാനും കേൾക്കുവാനും അടങ്ങാത്തൊരാഗ്രഹം നമുക്കുണ്ടാകണം. നമ്മുടെ കണ്ണും കാതും കുറിപ്പിക്കേണ്ടത് നെഗറ്റീവായ കാര്യങ്ങൾ കാണാനല്ല, കേൾക്കുവാനല്ല, മറിച്ച് ദൈവം ചെയ്ത നന്മകൾ, ദൈവം ചെയ്ത പ്രവർത്തികൾ, ദൈവം നൽകിയ അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ പരിപാലന, ദൈവത്തിന്റെ വിശ്വസ്തത, ഇതിലേക്ക് കണ്ണുറപ്പിച്ച് കാതുകൂർപ്പിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ബ്ലെസ്സഡായി മാറുകയാണ്. ഈ വചനത്തിന്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങള്, കർത്താവിന്റെ പ്രവൃത്തികളെ തടസ്സപ്പെടുത്തുന്ന നിരാശകള്, വിശ്വാസത്തിന്റെ, സംശയത്തിന്റെ എല്ലാ പീഡകളും കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മ ഇടപെടുന്ന സമയമാണ്. ദൈവത്തിന്റെ തീയായ ആത്മാവ് ഇറങ്ങി വരുന്ന സമയം. അനേകമായിരങ്ങളിൽ റൂഹയുടെ കാറ്റ് വീശിയടിക്കുന്ന സമയം. പാപബന്ധനത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ച് യേശു നൽകിയ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഉണർത്തുന്ന സമയം. ഒരു നിമിഷം വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് നമ്മളായിരിക്കുന്നിടത്ത് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മധ്യ ഇറങ്ങി വരണമേ, ഞങ്ങളുടെ മധ്യ ഇറങ്ങി വരണമേ. ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ. തിന്മയുടെ എല്ലാ പോരുകളിൽ നിന്നും പൈശാചികമായ സകലാധിപത്യങ്ങളിൽ സകല ആധിപത്യങ്ങളിൽ നിന്നും കർത്താവിന്റെ ആത്മാവേ, ഞങ്ങളെ വിമോചിപ്പിക്കണമേ. ദൈവ സാന്നിധ്യത്താൽ, ദൈവ തേജസ്സിനാൽ, ദൈവശക്തിയാൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരഘോഷത്തോടെ എല്ലാം മറന്ന് കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആരാണ് എതിര് നിൽക്കുക? പൗലോസ് സഭയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കർത്താവിന്റെ ബലമുള്ള കരങ്ങളിൽ നമുക്ക് സുരക്ഷിതത്വമുണ്ട്. ഒരു തിന്മയെയും ഒരു വൈശാചിക പോരിനെയും നമ്മൾ ഭയപ്പെടേണ്ട. സർവശക്തനും സർവാധിപനുമായ നമ്മുടെ കർത്താവ് ഇവിടത്തേക്ക് എല്ലാം സാധ്യമാണ്. ഈ വലിയ തിരിച്ചറിവോടെ കരമടിച്ച് ഉണർവോടെ പാടി 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 പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ആത്മാവേ വരണമേ, ഞങ്ങൾ ഉണർത്തണമേ, ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും
വഴി നടക്കും. ആമേൻ. ചേർത്ത് പാടിക്കേ. കർത്താവിന്റെ നമ്മുടെ പക്ഷത്ത് ആരാ ഉള്ളത്? ദൈവമായ കർത്താവാണ്. എനിക്ക് എതിരു നിൽക്കും. ആർക്കും എതിര് നിൽക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. സൈന്യനീര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ. ഇത് നമ്മുടെ തീരുമാനമാണ്. ഞാൻ പൊരുതും എന്റെ കർത്താവിന് വേണ്ടി, എന്റെ കർത്താവിന്റെ നിർമ്മലമായ വചനങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നും നിലകൊള്ളും. ആമേൻ, ആമേൻ. കർത്താവേ, കൃപയാൽ ഉണർത്തണമേ, ആത്മാവിനാൽ ശക്തീകരിക്കണമേ. സൈന്യനീര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. വീശിയടിക്കുക ആയിരങ്ങളെ പതിനായിരങ്ങളെ, രാജ്യങ്ങളിൽ ഭൂഖണ്ഡങ്ങളിൽ ഉണർത്തുക. ആമേൻ, ആമേൻ. യേശുവിനായി ഞാൻ പൊരുതും. യേശുവിനായി ഞാൻ പൊരുതും. അവസാന ശ്വാസം വരെ കർത്താവേ കൃപ തരണമേ, കർത്താവേ കൃപ തരണമേ, കർത്താവേ കൃപ തരണമേ. ആമേൻ, ആമേൻ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി സർവശക്തനും സർവാധിപനുമായ നമ്മുടെ കർത്താവിന്റെ തിരുമുഖത്തെ കണ്ണുറപ്പിച്ച് ഹൃദയം തുറന്ന് വിശ്വാസത്തോടെ വിളിക്കുക. പരിശുദ്ധാത്മാവെ വർഷിക്കണമേ. ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ സമൂഹത്തിലേക്ക്, ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് ശക്തിയോടെ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൈശാചിക പീഡകള്, നാരിക ബന്ധനങ്ങള്, തിന്മരാധിപത്യങ്ങള് പരിശുദ്ധാത്മാവിന്റെ ഈ സാന്നിധ്യത്താൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രബോധിക്കട്ടെ, കുടുംബങ്ങളിലേക്ക് പ്രബോധിക്കട്ടെ, ദേശാന്തരങ്ങളിലേക്ക് കൃപ വ്യാപരിക്കട്ടെ. ഓരോ സമർപ്പിത സമൂഹത്തിലേക്കും ദൈവത്തിന്റെ തീയായി ഊഹ ഇറങ്ങി വരട്ടെ. ഓരോ ജീവിതത്തിന്മേലും സ്വർഗ്ഗത്തിന്റെ കാറ്റായി ഊഹ വീശട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഠിന ഹൃദയങ്ങൾ മാറട്ടെ, ബുദ്ധിയുള്ള അന്ധകാരങ്ങൾ നീങ്ങിപ്പോകട്ടെ. നിത്യജീവിതങ്ങളിലെ പൈശാചിക പിഴകൾ നിർവീര്യമാകട്ടെ. കർത്താവേ, വചനത്തിനായി എല്ലാ ഉള്ളങ്ങളെയും പ്രകാശിപ്പിക്കണമേ. ആത്മാവേ, 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 റൂഹായേ, റൂഹായേ, റൂഹായേ. ഹൃദയ കണ്ണുകളെ തുറക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ, വചനത്തിന്റെ അമ്മേ, അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം. ശൗസേ പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, നിങ്ങളുടെ സാന്നിധ്യം, സഹായം ഞങ്ങൾ തേടുകയാണ്. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ ആത്മാവായി നമ്മുടെ ജീവിതങ്ങളിൽ പരിവർത്തിക്കുന്ന സമയമാണിത്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചന, ദൈവം കൂടെയുള്ളവരെ നശിപ്പിക്കാൻ സാധ്യമല്ല. ദൈവം കൂടെയുള്ളവരെ നശിപ്പിക്കാൻ സാധ്യമല്ല. നമ്മുടെ ജീവിതവുമായി ഈ സന്ദേശത്തിന് വലിയ ബന്ധമുണ്ട്. ഒരുപാട് പ്രതിസന്ധികളും തകർച്ചകളും വേദനകളും ദുരിതങ്ങളും ദുരന്തങ്ങളും നിറഞ്ഞ ഒരു കാലയളവിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത്. ദൈവത്തിൻ്റെ ജീവനുള്ള സാന്നിധ്യം നമ്മോടൊപ്പം ഇല്ലെങ്കിൽ നമ്മളെല്ലാം തകർന്നടിയാൻ അധികം നേരം വേണ്ട. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മെ സംരക്ഷിക്കുന്നത്.
ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മുടെ ജീവനെ നിലനിർത്തുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മെ വിശ്വസ്തയോടെ പരിപാലിക്കുന്നത്. ദൈവം കൂടെയുള്ളവരെ ഇല്ലാതാക്കാനോ പിഴുതുകളയാനോ തകർക്കുവാനോ ആർക്കും സാധ്യമല്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? ദൈവമായ കർത്താവ് നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കണം. നമ്മളതിൽ വളരെ കൃത്യതയും ജാഗ്രതയുമുള്ളവരായിരിക്കണം. സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായം 12-ാം തിരുവചനം. ദൈവം ബാലാമിനോട് അരുളി ചെയ്തു, നീ അവരോട് കൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയും അരുത്, എന്തെന്നാൽ അവർ അനുഗ്രഹീതരാണ്. ഈ വചനത്തിലൂടെ എന്താണ് കർത്താവിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്? നമ്മൾ പല പ്രാവശ്യം തിരുവെഴുത്തിൽ നിന്ന് വായിച്ച് ധ്യാനിച്ചിട്ടുള്ള തിരുവചനമാണിത്. പ്രവാചകനായ ബാലാമിനെ കർത്താവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ബാലാക്ക് രാജാവ് അയച്ച അവന്റെ സേവകരോടൊപ്പം നീ പോകരുത്. ആ ജനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ജനമായ അവന്റെ സ്വന്തം ഇസ്രായേലാണ്. എന്റെ ജനത്തെ നീ ശപിക്കരുത്, കാരണം അവർ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്, അവർ ബ്ലെസ്സഡ് ആണ്, ഞാൻ അവരോടൊപ്പമുണ്ട്. അവരെ ശപിച്ചാലും ശാപം അവർ കേൾക്കുകയില്ല. അവരെ തകർക്കാൻ നോക്കിയാലും ആർക്കും അവരെ തകർക്കാൻ സാധിക്കുകയില്ല, കാരണം ഞാൻ അവരോടൊപ്പമുണ്ട്. ഈ വലിയ വെളിപാട് ദൈവം ബാലാമിന് കൊടുക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ വചനത്തിൽ വലിയ മർമ്മം കിടപ്പുണ്ട്. എന്താണ് മർമ്മം? ദൈവം കൂടെയുള്ളവരെ ഇല്ലാതാക്കാൻ ആർക്കും സാധ്യമല്ല. ദൈവം കൂടെയുള്ളവരെ നശിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. നമ്മൾ എന്തിനാണ് അസ്വസ്ഥരാകുന്നത്? ഇന്ന് പലരും ഒരു അരിശിതാവസ്ഥയിലാണ്. എൻ്റെ ജീവൻ നഷ്ടപ്പെടുമോ? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? എൻ്റെ കുടുംബം തകർന്നു പോകുമോ? കാര്യങ്ങൾ ഈ വിധം മുന്നോട്ട് പോയാൽ എന്താകും എൻ്റെ ജീവിതം, എൻ്റെ ഫാമിലി? ഇപ്രകാരം ചിന്തിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് തരുന്ന വെളിപാട് നമ്മൾ തിരിച്ചറിയുക. ദൈവം കൂടെയുള്ളവരെ, ദൈവം അനുഗ്രഹിച്ചവരെ, ദൈവത്തിന്റെ കൈയൊപ്പുള്ളവരെ നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഹല്ലേലൂയ! എത്ര ശക്തമായ ഒരു റെവലേഷൻ ആണിത്. ദൈവമാണ് ഈ നിർദ്ദേശം ബാലാമിന് കൊടുക്കുന്നത്. യെശയ്യാ പ്രവചനം 41:10 കാണുന്നില്ലേ? സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, എന്റെ വിജയകരമായ വലതുകരം നിന്റെ മേലുണ്ട്. നീ സംഭ്രമിക്കുകയോ അസ്വസ്ഥപ്പെടുകയോ ചെയ്യേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവ് നമ്മൾ എൻകറേജ് ചെയ്യാണ്. നീ ആരെയാണ് ഭയപ്പെടുന്നത്? നീ എന്തിനെയാണ് ഭയപ്പെടുന്നത്? നീ സംഭ്രമിക്കേണ്ട മകനെ, എന്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ പിടിച്ചിരിക്കുക. നീ എന്റെ കരങ്ങളിലാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ടല്ലോ, നീ അസ്വസ്ഥനാകണ്ട. വീണ്ടും ജോഷുവയുടെ പ്രവചനം 1-ാം അധ്യായം 5-ാം വചനത്തിൽ പ്രവാചകനായ ജോഷുവയെ നോക്കി കർത്താവ് പറയുന്നൊരു വാക്കാണ്. മോശ പ്രവാചകന്റെ മരണത്തിന് ശേഷം എന്താ പറയുന്നത്? സ്വാഭാവികമായും ജോഷയ്ക്ക് ഒരു ഭയം വന്നു. എങ്ങനെ ഇത്രയും ജനത്തെ വാഗ്ദാന നാട്ടിലേക്ക് ഞാൻ നയിക്കും? വലിയ റിസ്ക് ഉള്ള ഒരു മിഷനാണ്. ദൈവം പറഞ്ഞു, ജോഷുവ, നിന്റെ ആയുഷ്കാലത്തിൽ ആർക്കും നിന്നെ പരാജയപ്പെടുത്താൻ, നിന്നെ നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ സാധ്യമല്ല. കാരണം മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. എത്ര മനോഹരമായ വാഗ്ദാന വചനമാണിത്. ഈ പ്രോമിസിൽ നിന്ന് നമ്മുടെ കർത്താവ് പറയുന്നത്, നീ പേടിക്കണ്ട കുഞ്ഞേ. കുടുംബത്തെ ഓർത്ത്, ബിസിനസ്സിനെ ഓർത്ത്, ശുശ്രൂഷകളെ ഓർത്ത്, ഭാവി ഓർത്ത്, പഠനത്തെ ഓർത്ത്, നിന്നെ ബാധിച്ചിരിക്കുന്ന ഈ മാറാ രോഗത്തെ ഓർത്ത് നീ അസ്വസ്ഥനാകണ്ട.
ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്ന സർവശക്തനായ ദൈവമാണ്. എത്ര പേർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റും? ഈ പ്രവാചക വചനം സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് കൃപ സ്വീകരിക്കുവാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും? ജെറമ്യ പ്രവചനം 1:19 പറയുന്നില്ലേ, അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ അവർ വിജയിക്കുകയില്ല. കാരണം നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. ഇത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ജീവനുള്ള വാക്കുകളാണ്. പ്രതിസന്ധികൾ നമ്മളെ വരിഞ്ഞു മുറുക്കി നമ്മൾ ഇല്ലാതാക്കാൻ, നമ്മളെ തകർത്ത് കളയുന്ന വിധത്തിൽ പല പ്രതിസന്ധികളുടെ, പ്രശ്നങ്ങളുടെ, ദുരിതങ്ങളുടെ, ദുരന്തങ്ങളുടെ, അപഖ്യാതികളുടെ, അപമാനങ്ങളുടെ കാറ്റ് നമ്മുടെ മേൽ ആഞ്ഞടിച്ചില്ലേ? നമ്മൾ തകർന്നു പോയോ? നമ്മൾ നശിച്ചു പോയോ? എന്തേ നമ്മൾ ഇന്ന് ബലത്തോടിപ്പോഴും നിൽക്കുന്നത്? കർത്താവിൻ്റെ വിശ്വസ്തതയും സംരക്ഷണവുമാണ്. അവിടുത്തെ സാന്നിധ്യം എൻ്റെ കൂടെ ഉള്ളതിനാലാണ് ഞാൻ തകർന്നു പോകാതെ ഇന്നും നിലകൊള്ളുന്നത്. ഞാൻ നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? കർത്താവ് കൂടെയുണ്ടോ? കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിലുണ്ടോ? കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം എൻ്റെ ഭവനത്തിലുണ്ടോ? ഞാൻ ആയിരിക്കുന്ന എൻ്റെ മിനിസ്ട്രിയിൽ, എൻ്റെ തൊഴിൽ മേഖലയിൽ, എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ കുഞ്ഞുങ്ങളിൽ കർത്താവുണ്ടോ? പരിശുദ്ധാത്മാവുണ്ടോ? ഞാൻ നിരന്തരം 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 പരിശോധിക്കണം. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതിൽ നമ്മൾ വളരെ ജാഗ്രതയും അതീവ ശ്രദ്ധയുമുള്ളവരായിരിക്കണം. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളെ വിട്ടുപോയാൽ തകർന്നു, പിന്നെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ജീവിതം അധികം മുന്നോട്ട് പോവുകയില്ല. യുദിത്ത് അക്യൂർ പറയുന്ന മനോഹരമായ ഒരു വാക്കുണ്ട്. ഇത് ദൈവത്തിന്റെ ജനമാണ്. ഈ ജനം ദൈവത്തിനെതിരായി എന്തെങ്കിലും പിഴവുകള്, പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്കവരെ നശിപ്പിക്കാൻ പറ്റും. കാരണം പാപമുള്ളിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യമില്ല. ശവമുള്ളിടത്ത് കഴുകന്മാർ ഉള്ളതുപോലെ എവിടെ പാപം വസിക്കുന്നുവോ അവിടെ പിശാചാണ്. പാപമുള്ളിടത്ത് കാലുകുത്താൻ കർത്താവിന് സാധിക്കില്ല. അവൻ പരിശുദ്ധനിൽ പരിശുദ്ധനായ ദൈവമാണ്. ക്യൂർ പറഞ്ഞു, തങ്ങളുടെ ദൈവത്തിനെതിരായി ഇവർ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവരെ നശിപ്പിക്കാൻ പറ്റും. കാരണം ദൈവം കൂടെ ഇല്ല. ദൈവത്തിന്റെ പ്രസൻസ് അവരെ വിട്ടുപോയി. ഇല്ലെങ്കിൽ അവരെ തൊടാൻ പോലും നമുക്ക് പറ്റത്തില്ല. ഇത് വലിയൊരു സത്യമാണ് പ്രിയപ്പെട്ടവരെ. സഭയോടുള്ള ബന്ധത്തിലാണെങ്കിലും, നമ്മുടെ ആത്മീയ ശുശ്രൂഷയുള്ള ബന്ധത്തിലാണെങ്കിലും, കർത്താവ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബത്തോടും മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലാണെങ്കിലും, ആരൊക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും, നമ്മുടെ പിള്ളേർ പറയല്ലേ ഉഡായിപ്പ്, ഇതുപോലെ ഉഡായിപ്പുകൾ കാണിച്ചാലും കർത്താവിന്റെ സാന്നിധ്യം നിന്നോടൊപ്പമുണ്ടെങ്കിൽ ആർക്കും ഒന്നും സാധ്യമല്ല. അതൊക്കെ സമയം കളയാനും അവർക്ക് തന്നെ ശിക്ഷാവധി സംഭവിക്കുന്ന പ്രവർത്തികളായിട്ട് മാറും. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇല്ലെങ്കിലോ നമ്മൾ തകർന്നടിയാൻ അത് ധാരാളം 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 മതി. പ്രിയപ്പെട്ടു, നമ്മൾ നിരന്തരം പരിശോധിക്കണം. ദൈവം കൂടെയുണ്ടോ? ദൈവം കൂടെയുണ്ടോ? ഞാൻ എൻ്റെ കർത്താവിന്റെ സാന്നിധ്യത്തിലാണോ? കർത്താവിന്റെ ആത്മാവാണ് എന്നെ നയിക്കുന്നത്. എൻ്റെ ചിന്തകളിൽ കർത്താവുണ്ടോ? എൻ്റെ സംസാരങ്ങളിൽ കർത്താവുണ്ടോ? എൻ്റെ പ്രവർത്തനങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യമുണ്ടോ? എൻ്റെ മനോഭാവങ്ങളിൽ ദൈവാത്മാവിന്റെ സാന്നിധ്യമുണ്ടോ? നിരന്തരം പരിശോധിക്കണം. അതാണ് നമ്മുടെ വിജയം. ഇതാണ് നമ്മുടെ നിലനിൽപ്പ്. ഇതുണ്ടെങ്കിൽ ഒന്നിനെ കുറിച്ചും ആകുലപ്പെടണ്ട. ദൈവം നോക്കിക്കോളും, ദൈവം പരിപാലിച്ചോളും. എന്റെ പ്രിയപ്പെട്ടവരെ, വചനത്തിലോട്ട് വാ. സംഖ്യയുടെ പുസ്തകം. എന്തുകൊണ്ട് ദൈവം പറഞ്ഞത് അവർ അനുഗ്രഹീതരാണെന്ന്, അവരെ ശപിക്കരുതെന്ന്? ഇന്ന് പല മിനിസ്ട്രികൾ നോക്കി കർത്താവ് ലോകത്തോട് പറയുന്നുണ്ട്, അവരെ നീ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കരുത്, ശപിക്കരുത്, തകർക്കാൻ നോക്കരുത്. കാരണം അവർ ബ്ലെസ്സഡ് ആണ്, അനുഗ്രഹീതരാണ്. ദൈവം ഇത് പറയാനുള്ള കാരണം എന്താ? സംഖ്യയുടെ പുസ്തകം 23-21 വരണം.
കർത്താവ് നോക്കിയപ്പോൾ യാക്കോബിൽ ദുഷ്ടത കണ്ടില്ല, ഇസ്രായേലിൽ തിന്മ ദർശിച്ചില്ല. ആയതിനാൽ ദൈവമായ കർത്താവ് അവരോടൊപ്പമുണ്ട്. കർത്താവ് കൂടെയുള്ള ജനത, ദൈവമായ കർത്താവ് കൂടെയുള്ള ജനം. അതിനാൽ അവർക്ക് കാട്ടുപോത്തിൻ്റെതായ ഫലമുണ്ട്. അവർ വളരെ പവർഫുള്ളാണ്. മസിൽ പവർ കൊണ്ടല്ല, ദൈവ സാന്നിധ്യം മൂലം അവർ വളരെ വളരെ എനർജറ്റിക് ആണ്, കരുത്തുള്ളവരാണ്. അവരുടെ ശക്തിയുടെ രഹസ്യം എന്തായിരുന്നു? ദൈവം കൂടെയുള്ളതാണ്. ദൈവം കൂടെയുള്ളതാണ്. സഭയുടെ ശക്തി എന്ന് പറയുന്നത് സഭയുടെ മധ്യേ സഭയുടെ മണവാളനും കർത്താവുമായ ഈശോ മിശിഹ ഉള്ളതാണ്. സഭയിൽ കർത്താവിന് സാന്നിധ്യമില്ലെങ്കിൽ സഭ ഒരു പ്രസ്ഥാനമാകും. അത് കർത്താവിന്റെ മിനിസ്ട്രികളിലാണെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിലാണെങ്കിലും കർത്താവിന്റെ കുടുംബങ്ങളിലാണെങ്കിലും യേശുനാമത്തിലുള്ള ഏതൊരു പ്രവർത്തനത്തിലാണെങ്കിലും അതിലൊന്നും കർത്താവിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ അത് വെറും ഒരു പ്രസ്ഥാനമായി, ലോകത്തിലെ അനേകം പ്രസ്ഥാനങ്ങളെ പോലെ ഒരു പ്രസ്ഥാനമായിട്ട് അതെല്ലാം അധപതിച്ചു പോകും. സംഖ്യ 23:9 പറയാണ്, വേറിട്ട് പാർക്കുന്നൊരു ജനം, മറ്റു ജനതകളോട് ഇടകലരാത്ത ജനം. അതാണ് അവരുടെ ക്വാളിറ്റി. ദൈവം കൂടെയുള്ളതിന്റെ കാരണം അതാണ്. മിക്സിംഗ് സ്പിരിച്വാലിറ്റി അല്ല. അവിടെ ചെന്ന അത്, ഇവിടെ ചെന്ന ഇത് അല്ല. പ്രിയപ്പെട്ടവർ, നിലപാടുള്ളവരായിരുന്നു. ദൈവവചനപ്രകാരം നിലപാടുള്ളവരെ, കർത്താവിന്റെ വചനം ജീവിക്കാൻ വേണ്ടി വില കൊടുത്തവരെ. അതാണ് തിരുവെഴുത്ത് പറയുന്നത്, വിശുദ്ധിയും വേർപാടും സൂക്ഷിച്ച ജനം. ആയതിനാൽ കാട്ടുപോത്തിന് തുല്യമായ ഫലത്തിലേക്ക് കർത്താവ് അവരെ ഉയർത്തുകയാണ്. ഈ പവർ നമുക്ക് വേണോ? ഈ ശക്തി നമുക്ക് വേണോ? ഈ അഭിഷേകം നമുക്ക് വേണോ? ഈ ഒരു ആത്മ നടത്തിപ്പ് നമുക്ക് ആവശ്യമുണ്ടോ? സഹോദര സഹോദരി, പ്രിയ ദൈവത്തിന്റെ പൈതലേ, കർത്താവിന്റെ ആത്മാവ് തരുന്ന ഈ ആലോചന നീ തിരിച്ചറിയണം. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? വിശുദ്ധിയും വേർപാടും സൂക്ഷിക്കണം. മിക്സിംഗ് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകരുത്. എന്തുമാവാം. പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥനയുടെ ചൈതന്യം, അത് കഴിഞ്ഞാലോ അരുത്. അത് നമ്മുടെ ശക്തിയെ കെടുത്തിക്കളയും. നമ്മളിന്ന് ശക്തിയില്ലാത്തവരായി മാറുന്നതിന്റെ ഒരു അടിസ്ഥാന കാരണം വിശുദ്ധിയും വേർപാടും സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്നതാണ്. ദൈവം കൂടെയുള്ളവരെ തൊടാൻ ആർക്കും പറ്റത്തില്ല. അതിന് വലിയ തെളിവാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 26-ാം അധ്യായത്തിലോട്ട് വരണം. നമ്മുടെ പൂർവ്വപിതാവായ ഇസഹാക്ക് ദൈവം കൂടെയുള്ളവരായിരുന്നു. ദൈവത്തിന്റെ ബ്ലെസ്സിങ് ഇസഹാക്കിന്റെ മേലുണ്ടായിരുന്നു. 14 മുതൽ 30 വരെയുള്ള വചനം നിങ്ങൾ വായിക്കണം. പല പ്രാവശ്യവും സ്നേഹത്തോടെ ഇസഹാക്ക് കിണർ കുഴിക്കുകയാണ് ഇസഹാക്കിന്റെ ദാസന്മാരെ. അവർ വലിയ കൃഷിക്കാരാണ്. കൃഷിക്ക് വെള്ളമില്ലാതെ പറ്റില്ല, നമുക്കറിയാം. എന്നാൽ ഈ താൻ കുഴിച്ച കിണറുകളെല്ലാം ധാരാളം വെള്ളമുള്ള കിണറുകളാണ്. ഇതെല്ലാം ഫിലിസ്തീന് വന്ന് അതെല്ലാം മൂടിക്കളയുകയാണ്. തർക്കിക്കാനും വഴക്ക് കൂടാനും ബഹളം വയ്ക്കാനും പിടിച്ചെടുക്കാനും ഒന്നും ഇസഹാക്ക് നിൽക്കുന്നില്ല. പ്രധാന നാമത്തിൽ അതെല്ലാം ക്ഷമിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകണം. അവിടെ കിണർ കുഴിക്കുകയാണ്, അതും മൂടുകയാണ്. നിരന്തരം ഇത് സംഭവിക്കുക. പക്ഷേ ഇതൊക്കെ ആയിട്ടും ഇസഹാക്ക് അവൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസഹാക്കിന് ഒരു കുറവും കാണുന്നില്ല. ഫിലിസ്ത്യ പ്രമുഖന്മാർ ശ്രദ്ധിക്കുന്നുണ്ട്. ഫിലിസ്ത്യ രാജാവെ അബിമേലെക്ക് ശ്രദ്ധിച്ചു. ഇത്രയും ക്രൂരത ചെയ്തിട്ടും ഇസഹാക്കിന് ഒരു കോട്ടവുമില്ല. ചില ജീവിതങ്ങൾ അങ്ങനെയില്ലേ? എന്തൊക്കെ പരദൂഷണങ്ങൾ, ഏഷ്യനികൾ, അപഖ്യാതികൾ, അപവാദങ്ങളൊക്കെ കേട്ടിട്ടും ഒരു തല ഉയർത്തി നിൽക്കുകയാണ്. എന്താ കാരണം? അവരുടെ മസിൽ പവർ അല്ല, കർത്താവിന്റെ സാന്നിധ്യം, സർവശക്തനായ ദൈവം അവരോടൊപ്പം ഉള്ളതാണ് അവരുടെ പവർ എന്ന് പറയുന്നത്. ഇസഹാക്കിന്റെ ജീവിതം നോക്കി. ഇസഹാക്ക് തല ഉയർത്തി നിൽക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകം 26-ാം അധ്യായത്തിലെ വചനം പറയുന്നുണ്ട്. 28-ാമത്തെ വചനത്തിലെ ഫിലിസ്ത്യ രാജാവ് അബിമേലെക്ക് വന്ന് ഇസഹാക്കിനോട് പറയും,
ദൈവമായ കർത്താവ് നിന്റെ കൂടെയുണ്ടെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടു. എത്ര എത്ര കൃപയുള്ള വചനായത്. നിന്റെ കർത്താവ്, ദൈവമായ കർത്താവ് നിന്നോടൊപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നിന്നെ തോൽപ്പിക്കാനോ തകർക്കാനോ എന്ത് ചെയ്താലും നിന്നെ ഇല്ലാതാക്കാൻ, നശിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഒരു സമാധാന ഉടമ്പടിക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് പരസ്പരം സ്നേഹിച്ചും പരസ്പരം പ്രോത്സാഹിപ്പിച്ചും പരസ്പരം സഹായിച്ചും നമുക്ക് മുന്നേറാം. വലിയ ശത്രുക്കളായിരുന്നു ഈ ഫിലിസ്ത്യർ ഇസ്ഹാക്കിനെ സംബന്ധിച്ചെന്നാൽ ദൈവം ഇസ്ഹാക്കിന്റെ കൂടെ ഉണ്ടെന്ന് അവർക്ക് ബോധ്യമായപ്പോൾ അവരെല്ലാം പരിഹരിക്കുവാനും സ്നേഹ കൂട്ടായ്മയിലേക്ക് വരാൻ തയ്യാറാവുകയാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ, ദൈവമുള്ളവരെ നശിപ്പിക്കാൻ, ദൈവം കൂടെയുള്ളവരെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല എന്നുള്ള ഈ പ്രവചന ദൂത് നമ്മളെല്ലാം ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുക. എല്ലാ ഭാരങ്ങളും വേദനകളും ആശങ്കകളും അസ്വസ്ഥതകളും എല്ലാം കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുക. എൻ്റെ സഹോദര സഹോദരി, ഞാനും നീയും ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മോടൊപ്പം കർത്താവ് ഉണ്ടോ നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കണം. ഞാൻ കർത്താവിൻ്റെ പദ്ധതിയിലാണോ ജീവിക്കുന്നത്? ഞാൻ കർത്താവിൻ്റെ മനസ്സറിഞ്ഞാണ് മുന്നോട്ട് പോകുന്നത്? ഞാൻ പ്രവർത്തിക്കുന്നത് കർത്താവിൻ്റെ ഹിതമാണോ? കർത്താവിൻ്റെ സാന്നിധ്യം എന്നോടൊപ്പമുണ്ടോ? എൻ്റെ ചെയ്തികൾ കർത്താവിനെ സങ്കടപ്പെടുത്തുന്നുണ്ടോ? എൻ്റെ പ്രവൃത്തികൾ വഴി കർത്താവ് അപമാനിതനാകുന്നുണ്ടോ? നമ്മൾ നിരന്തരം പരിശോധിക്കുക. അതിൽ നമ്മൾ വളരെ ജാഗ്രതയുള്ളവരാകണം. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ക്രമീകരിക്കും. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ അരൂപി തരുന്നൊരു വലിയൊരു പ്രചോദനമാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെ പ്രതിസന്ധികളൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നു, ഇതെല്ലാ കാലത്തുമുണ്ട്. അസ്വസ്ഥരാകരുത്. ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ ബാക്കിയെല്ലാം കർത്താവിൻ്റെ ആത്മാവ് ക്രമപ്പെടുത്തി തരുമെന്ന് നമ്മൾ തിരിച്ചറിയുക. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ എന്നെ ഓർക്കണം. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒത്തിരി ആവശ്യമുണ്ട്. ഒരുപാട് പ്രാർത്ഥന ആവശ്യമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ മധ്യയുള്ള കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം